Hi dear friends, TLB's ബയോളജി ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. +2 സുവോളജിയിലെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന അധ്യായത്തിലെ 6ാമത്തെ വീഡിയോയാണിത്. ഈ വീഡിയോയിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സെക്സ് ഡിറ്റർമിനേഷൻ എന്ന ടോപ്പിക്കാണ്. എൻ്റെ വീഡിയോ ലെസൺസ് യൂട്യൂബ് ചാനലിൽ ആദ്യമായി കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, ബെൽ ഐക്കൺ കൂടെ അമർത്തുക. പുതിയ വീഡിയോസ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സെക്സ് ഡിറ്റർമിനേഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ സെക്സ് ഡിറ്റർമിനേഷനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ക്രോമസോമുകളെ കുറിച്ചൊന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. നമുക്കറിയാം, ഹ്യൂമൻ ബീയിങ്സ് ഹാവ് 23 പെയേഴ്സ് ഓഫ് ക്രോമസോംസ്. 23 ജോഡി ക്രോമസോമുകളുണ്ട്. ആ 23 ജോഡി ക്രോമസോമുകളെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. 22 ജോഡി ക്രോമസോമുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓട്ടോസോംസ് എന്ന് വിളിക്കും. കാരണം ഈ ക്രോമസോമുകളാണ് നമ്മുടെ ബോഡി ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന ക്രോമസോംസ്. ഈ പടത്തിൽ കാണുന്ന ഫസ്റ്റ് 22 പെയേഴ്സ് ഓഫ് ക്രോമസോംസ്, ഈ ക്രോമസോംസ് വി കോൾ ഇറ്റ് ആസ് ഓട്ടോസോംസ്. ഈ ക്രോമസോംസ് വിൽ കൺട്രോൾ ദ ബോഡി ക്യാരക്ടേഴ്സ്. സോ ഇറ്റ് ഈസ് നോൺ ആസ് ബോഡി ക്രോമസോംസ്. ഇനി ഒരു പെയറുണ്ട്. ആ ഒരു പെയർ ക്രോമസോമാണ് ഇവിടെ കാണുന്ന ഈ ക്രോമസോംസ്. ഈ ക്രോമസോമിനെ വിളിക്കുന്ന പേര് അലോസോംസ് എന്ന് വിളിക്കും. അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് സെക്സ് ക്രോമസോംസ് എന്ന് വിളിക്കും. ബാക്കിയെല്ലാം ഐഡൻറ്റിക്കൽ പെയേഴ്സ് ഓഫ് ക്രോമസോംസ് ആണ് എല്ലാം. ഇത് വരുമ്പോൾ രണ്ടും ഡിഫറൻറ്റ് ഷേപ്പും സ്ട്രക്ചറുമാണ്. അതുകൊണ്ടാണ് ഇതിനെ അലോസോംസ് എന്ന് വിളിക്കുന്നത്. അലോസോംസ്, അതർവൈസ് ഇറ്റ് ഈസ് നോൺ ആസ് സെക്സ് ക്രോമസോംസ്. ഈ പടത്തിൽ നമുക്കിവിടെ കാണാം, ഇത് എക്സ് ക്രോമസോമാണ്, ഇത് വൈ ക്രോമസോമാണ്. എക്സ് ക്രോമസോമിനേക്കാളും വലിപ്പം കുറവാണ് വൈ ക്രോമസോംസിന്. അപ്പോൾ ഈ ക്രോമസോമുകളാണ് സെക്സ് നിർണ്ണയിക്കുന്നത്. മെയിലും ഫീമെയിലും ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ എക്സ് വൈ ക്രോമസോമുകളാണ് മെയിലും ഫീമെയിലും ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതായത് ദ ക്രോമസോംസ് ദാറ്റ് ആർ ഇൻവോൾവ്ഡ് ഇൻ സെക്സ് ഡിറ്റർമിനേഷൻ ആർ കാൾഡ് സെക്സ് ക്രോമസോംസ് ഓർ അലോസോംസ്. സെക്സ് ഡിറ്റർമിനേഷനെ സഹായിക്കുന്ന ക്രോമസോമുകളെ വിളിക്കുന്ന പേരാണ് സെക്സ് ക്രോമസോംസ് അല്ലെങ്കിൽ അലോസോംസ്. ദേ ഇൻക്ലൂഡ് എക്സ് ആൻഡ് വൈ ക്രോമസോംസ്. എക്സും വൈയും ക്രോമസോംസ് ആണ്. ആട്ടോസോംസ് ആർ ക്രോമസോംസ് അതർ ദാൻ സെക്സ് ക്രോമസോംസ്. സെക്സ് ക്രോമസോംസ് അല്ലാത്ത ഈ കാണുന്ന മറ്റു ക്രോമസോമുകളെല്ലാം വി കോൾ ഇറ്റ് ആസ് ആട്ടോസോംസ്. നമ്പർ ഓഫ് ആട്ടോസോംസ് ഈസ് സെയിം ഇൻ മെയിൽ ആൻഡ് ഫീമെയിൽസ്. മെയിൽസിലും ഫീമെയിൽസിലും ആട്ടോസോംസിൻ്റെ എണ്ണം 22 പെയേഴ്സ് തന്നെയാണ്. ഹെൻകിങ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് in 1891 observed that during spermatogenesis 50% of sperm receives a specific nuclear structure and other 50% did not receive it. സ്പെർമറ്റോജെനിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നമുക്കറിയാം, സ്പേം സെൽസ് ഉണ്ടാകുന്ന പ്രോസസ്സ്. അപ്പോൾ ഹെൻകിങ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് 1891 അദ്ദേഹം ചില ഇൻസെക്റ്റുകളിൽ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ, അവയുടെ സ്പെർമറ്റോജെനിസിസ് ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത് ചില ക്രോമസോമുകളിൽ എക്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു ന്യൂക്ലിയർ സ്ട്രക്ചർ ചില ക്രോമസോമുകളിലുണ്ട്, ചില ക്രോമസോമുകളിൽ കാണുന്നില്ല. അപ്പോൾ അദ്ദേഹം അതിനെ വിളിച്ച പേരാണ് എക്സ് ക്രോമസോം എന്ന് വിളിച്ചത്. അറിഞ്ഞൂടാത്ത സംഖ്യയൊക്കെ നമ്മൾ
മാത്തമെറ്റിക്സിൽ നമ്മൾ എക്സ് എന്ന് പറയുന്നത് പോലെ ഈ ക്രോമസോമിൽ ഒരു ന്യൂക്ലിയർ സ്ട്രക്ചർ ഈ ഉണ്ടാകുന്ന സ്പേം സെൽസിലെ 50%, പകുതി സ്പേംസിന് കിട്ടുന്നു, പകുതി സ്പേംസിന് കിട്ടുന്നില്ല. അദ്ദേഹം അത് എക്സ്പെരിമെൻ്റ് നടത്തിയപ്പോൾ അദ്ദേഹം ഒബ്സർവ് ചെയ്തതാണ്, ഡ്യൂറിങ് സ്പെർമറ്റോജെനിസിസ് 50% of sperm received a specific nuclear structure and other 50% did not receive it. 50% കിട്ടുന്നു, ബാക്കി 50% ഇങ്ങനെ ഒരു ന്യൂക്ലിയർ സ്ട്രക്ചർ കിട്ടുന്നില്ല. ഹെൻകിങ് gave a name to the nuclear structure as the X body. അപ്പം അദ്ദേഹം അതിന് കൊടുത്ത പേരാണ് X body. But he could not explain what X body was. ഈ X body എന്ന് പറയുന്ന ന്യൂക്ലിയർ സ്ട്രക്ചർ എന്താണെന്നുള്ളത്, കാരണം ക്രോമസോം ഒന്നും ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല ക്ലിയർ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഈ സാധനം എന്നുള്ളത് അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. Further, it is identified that the X body is a chromosome and for sex determination given the name X chromosome. അപ്പോൾ പിന്നീടാണ് ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഈ എക്സ് ബോഡി എന്ന് പറയുന്ന ഹെൻകിങ് പറഞ്ഞ ആ ഒരു ന്യൂക്ലിയർ സ്ട്രക്ചർ ഇറ്റ് ഈസ് എ ക്രോമസോം ആൻഡ് ഇറ്റ് ഈസ് നെയിംഡ് ആസ് എക്സ് ക്രോമസോം. അപ്പോൾ അതിനെ എക്സ് ക്രോമസോം എന്ന് വിളിച്ചു. അപ്പോൾ ആക്ച്വലി എക്സ് ക്രോമസോം കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഹെൻകിങ് എന്ന് പറയുന്ന ഈ സയൻറ്റിസ്റ്റാണ് എക്സ് ക്രോമസോം കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് ഏതൊക്കെ പ്രധാനപ്പെട്ട മെക്കാനിസം ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ ഉണ്ടെന്ന് നോക്കാം. സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസംസ് പ്രധാനമായിട്ടും 3 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ XX X0 മെക്കാനിസം. സെക്കൻഡ് വൺ XX XY മെക്കാനിസം. തേർഡ് വൺ ZZW മെക്കാനിസം. XX X0 മെക്കാനിസംസ് കാണുന്ന പ്രധാനപ്പെട്ടത് ജീവിയാണ് ഗ്രാസ്ഹോപ്പർ. ഇൻസെക്ട്സിലെ സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസമാണ് XX X0 മെക്കാനിസംസ്. ഗ്രാസ്ഹോപ്പർ അതിനൊരു എക്സാമ്പിളാണ്. ഇനി XX XY മെക്കാനിസം നമുക്കറിയാം, നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിൽ കാണുന്ന മെക്കാനിസമാണ്. അതുപോലെ തന്നെ ഡ്രോസോഫിലയിൽ കാണുന്ന മെക്കാനിസവും XX XY മെക്കാനിസമാണ്. ഇനി ZZW മെക്കാനിസം, ഇത് കാണുന്നത് പ്രധാനമായിട്ടും ബേർഡ്സിലാണ്. ഇപ്പോൾ സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസത്തിനെ നമുക്ക് പ്രധാനമായിട്ട് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. XX X0 മെക്കാനിസം, XX XY മെക്കാനിസം, ZZW മെക്കാനിസം. ഇപ്പോൾ ഓരോ മെക്കാനിസമായിട്ട് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ആദ്യം XX X0 മെക്കാനിസം ഡിസ്കസ് ചെയ്യാം. ഈ മെക്കാനിസത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇത് പ്രധാനമായിട്ടും നടക്കുന്നത് ഇൻസെക്ട്സിലും അതുപോലെ തന്നെ റൗണ്ട് വേംസിലും ഈ മെക്കാനിസമാണ്. XX X0 മെക്കാനിസമാണ് നടക്കുന്നത്. ഇവിടെ ഫീമെയിൽസ് ഹോമോഗമീറ്റിക് ആണ്. ഹോമോഗമീറ്റിക് എന്ന് പറഞ്ഞാൽ ഒരുപോലത്തെ ഗമീറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എല്ലാ ഗമീറ്റ്സിലും X ക്രോമസോം ഉണ്ട്. അതായത് ഇൻസെക്ട്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഗ്രാസ്ഹോപ്പറിനെ സംബന്ധിച്ചിടത്തോളം 24 ക്രോമസോംസ് ആണുള്ളത്. അപ്പോൾ ഒരു ഗമീറ്റിൽ 12 ക്രോമസോംസ് കാണും. 11 ആട്ടോസോംസും ഒരെണ്ണം സെക്സ് ക്രോമസോംസും. അപ്പോൾ ഫീമെയിൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ എഗ്ഗിലും ഈ 12 ക്രോമസോംസ് ഉണ്ടാവും. 11 ആട്ടോസോംസും കാണും, ഒരു X ക്രോമസോംസും കാണും. ഫീമെയിൽസ് ഹോമോഗമീറ്റിക് ആണ്. എന്നാൽ മെയിൽസ് ഹെറ്ററോഗമീറ്റിക് ആണ്. അത് 2 ടൈപ്പിലുള്ള സ്പേം സെൽസ് പ്രൊഡ്യൂസ് ചെയ്യും. ഏതൊക്കെയാണത്? ഒരു സ്പേം സെല്ലിൽ X ക്രോമസോം കാണും, 12 ക്രോമസോം കാണും, 11 ആട്ടോസോംസും കാണും, ഒരു X ക്രോമസോമും കാണും. മറ്റേ സ്പേം സെല്ലിൽ ഈ X ക്രോമസോം ആബ്സെൻ്റ് ആയിരിക്കും. ഈ സ്പേമിൽ കാണുന്ന X ക്രോമസോം ഇതിൽ ആബ്സെൻ്റ് ആയിരിക്കും. അതാണ് ഇവിടെ 11+0 എന്ന് കാണിച്ചിരിക്കുന്നത്.
അപ്പോൾ ഇതിൽ ഈ സ്പേമിൽ എക്സ് ക്രോമസോം ഉണ്ട്, ഈ സ്പേമിൽ എക്സ് ക്രോമസോം ഇല്ല. എക്സ് ക്രോമസോം ഈസ് ആബ്സെൻറ്റ്. ഇനി കോമ്പിനേഷൻ വരുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു എക്സ് ക്രോമസോം ഉള്ള എഗ്ഗ് ഈ ഒരു എക്സ് ക്രോമസോമുള്ള സ്പേമുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. അപ്പോൾ എക്സ് ക്രോമസോമുള്ള എഗ്ഗ് എക്സ് ക്രോമസോമുള്ള സ്പേമുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. എന്തായിരിക്കും റിസൾട്ട്? 22 പ്ലസ് എക്സ് എക്സ് 11 പ്ലസ് 11 22 ഇവിടുത്തെ എക്സ് ഇവിടുത്തെ എക്സ് ദാറ്റ് ഈസ് 22 പ്ലസ് എക്സ് എക്സ്. അപ്പോൾ 2 എക്സ് ക്രോമസോം ഉള്ളത് കൊണ്ട് ഇൻഡിവിജ്വൽ എന്തായിരിക്കും? ഫീമെയിൽ ആയിരിക്കും. ഇനി ഈ എഗ്ഗ് ഈ സ്പേമുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. എക്സ് ക്രോമസോം ഉള്ള എഗ്ഗ് എക്സ് ക്രോമസോം ആബ്സെൻ്റ് ആയിട്ടുള്ള സ്പേമുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. എന്താ റിസൾട്ട്? 22 പ്ലസ് എക്സ് 0. എക്സ് ഉണ്ട്, എക്സ് ഇല്ല. എന്താ? മെയിലായിരിക്കും. അപ്പോൾ ഇവിടെ എക്സ് ക്രോമസോമിൻ്റെ ആബ്സെൻസ് ആണ് സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ എക്സ് ക്രോമസോം ഉള്ള സ്പേം എഗ്ഗുമായിട്ട് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ ഫീമെയിൽ ആയിരിക്കും. എക്സ് ക്രോമസോം ആബ്സെൻ്റ് ആയിട്ടുള്ള സ്പേം എഗ്ഗുമായിട്ട് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ മെയിലായിരിക്കും. അപ്പം ഇവിടെ ഫീമെയിൽസ് ഹോമോഗമീറ്റിക് ആണ്. 1 type of egg with 1 X chromosome. Female produce 1 type of egg with 1 X chromosomes. While male produces 2 type of sperms. One with the X chromosome and the other without an X chromosome. X chromosome ഉള്ളതും X chromosome ഇല്ലാത്തതും. Fusion of X sperm with X egg. X sperm X egg. X egg X sperm. ഫ്യൂസ് ചെയ്യുമ്പോൾ ആര് പ്രൊഡ്യൂസ് ചെയ്യും? ഫീമെയിൽസ്. എക്സ് എക്സ് ഫീമെയിൽസ്. ആൻഡ് ഫ്യൂഷൻ ഓഫ് 0 sperm വിത്ത് എക്സ് എഗ് പ്രൊഡ്യൂസസ് മെയിൽ എഗ് 0. എക്സ് ക്രോമസോം ആബ്സെൻ്റ് ആയിട്ടുള്ള സ്പേം എക്സ് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുമ്പോൾ എക്സ് 0 മെയിൽ ഉണ്ടാകും. അപ്പോൾ ദിസ് ഈസ് എക്സ് 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 0 മെക്കാനിസം. എക്സാമ്പിൾ എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാസ് ഹോപ്പർ or insects. Sex determination mechanism in insects, roundworms. എന്താ മെക്കാനിസം? എക്സ് 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 0 മെക്കാനിസം. അപ്പോൾ ഈ മെക്കാനിസത്തിൽ എന്താണ് സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത്? ആബ്സെൻസ് ഓഫ് എക്സ് ക്രോമസോം ഇൻ സ്പേം സെൽസ്. സ്പേം സെൽസിൽ എക്സ് ക്രോമസോം ഉണ്ടെങ്കിൽ എക്സ് എക്സ് ഫീമെയിൽ, എക്സ് ക്രോമസോം ആബ്സെൻ്റ് ആണെങ്കിൽ എക്സ് 0 മെയിൽ. അടുത്ത് നമുക്ക് എക്സ് 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 വൈ മെക്കാനിസം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ മെക്കാനിസം ഹ്യൂമൻ ബീയിങ്സിലുള്ളതാണ്. അതോടൊപ്പം തന്നെ ഡ്രോസോഫിലയിലും ഈ മെക്കാനിസമാണ് ഉള്ളത്. എക്സ് 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 വൈ മെക്കാനിസം. സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ആൾസോ സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ഡ്രോസോഫില. ഇവിടെ നമ്മൾ ആൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ ഈ സെക്സ് ഡിറ്റർമിനേഷനെ കുറിച്ച്. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഫാദർ 2 ടൈപ്പ് സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യും. ഹെറ്ററോഗമീറ്റിക് ആണ്, എക്സും വൈയും. മദർ 1 ടൈപ്പ് എഗ്ഗ് മാത്രം, എക്സ് ക്രോമസോമുള്ള എഗ്ഗ് മാത്രം. അപ്പോൾ എക്സ് ക്രോമസോമുള്ള സ്പേം സെല്ല് എക്സ് ക്രോമസോമുള്ള എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ എക്സ് എക്സ് ഫീമെയിൽ ഡോട്ടർ. വൈ ക്രോമസോമുള്ള സ്പേം എക്സ് ക്രോമസോമുള്ള എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ എക്സ് വൈ സൺ മെയിലായിരിക്കും. ദ സെയിം വേ ഹിയർ ആൾസോ എക്സ് കമ്പൈൻസ് വിത്ത് എക്സ് 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 ഡോട്ടർ. ദ സെയിം വേ വൈ ക്രോമസോം combines with X chromosome XY son. This is the sex determination mechanism in human beings and also in Drosophila. Points ഒന്നുകൂടെ നോക്കാം. The chromosome pattern in female is
XX and that in the male is XY. Females are homogametic with the 1 X chromosomes and males are heterogametic and produce gametes with either X or Y chromosome. Females are homogametic. ഒരുപോലത്തെ gamete produce ചെയ്യുന്നു with only X chromosomes and males are heterogametic and produce gametes with X or Y chromosome. The XY zygote will be formed if the Y chromosome carrying male gamete fuses with the X gamete of the female. The XY zygote എങ്ങനെ കിട്ടുന്നു? Y chromosome carrying male fuses with the X gamete of female and the child thus formed is male. Female child will born from X zygote if the X gamete of female fuses with the X gamete of male. മെയിലിൻ്റെ എക്സ് ഗമീറ്റും ഫീമെയിലിൻ്റെ എക്സ് ഗമീറ്റും ഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ XX ഫീമെയിൽ ഉണ്ട്. അപ്പോൾ സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ഹ്യൂമൻ ബീയിങ്സ് and also in Drosophila or otherwise mammals are called as XXXY mechanism. The third mechanism, that is ZZZW mechanism. അപ്പോൾ ഇതിന് എക്സാമ്പിൾ ബേർഡ്സ് ആണ്. ബേർഡ്സിൽ നടക്കുന്ന സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം ആണ് ZZZW മെക്കാനിസം. ഇവിടെ മെയിൽസ് ആർ ഹോമോഗമീറ്റിക്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച മെക്കാനിസത്തിൽ XXXY മെക്കാനിസത്തിൽ മെയിൽസ് ഹെറ്ററോഗമീറ്റിക് ആയിരുന്നു. XX-X0 മെക്കാനിസത്തിലും മെയിൽസ് ഹെറ്ററോഗമീറ്റിക് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് കാര്യമാണ് ഇവിടെ. ഇവിടെ മെയിൽസ് ഹോമോഗമീറ്റിക് ആണ്. ഒരുപോലത്തെ ഗമീറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒറ്റ ടൈപ്പ് സ്പേംസ് മാത്രം. Z സ്പേം എന്നാണ് വിളിക്കുക. നേരത്തെ X എഗ് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ Z സ്പേം. മെയിൽസ് ഹോമോഗമീറ്റിക് ആണ്. മെയിൽസ് വിൽ പ്രൊഡ്യൂസ് ഓൺലി വൺ ടൈപ്പ് ഓഫ് സ്പേം, ദാറ്റ് ഈസ് sperm with Z chromosomes. Females are heterogametic. The next opposite for XXXY mechanism. But females heterogametic ആണ്. Produces two types of egg. രണ്ട് ടൈപ്പ് എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യും. ഒന്ന് Z chromosome ഉള്ള എഗ്ഗും മറ്റൊന്ന് W chromosome ഉള്ള എഗ്ഗ്. മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ Z എന്നും W എന്ന് പറയുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ബേർഡ്സിനെ സംബന്ധിച്ച് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് സിറ്റുവേഷൻസ്. മെയിൽസ് ആർ ഹോമോഗമീറ്റിക് ആൻഡ് ഫീമെയിൽസ് ആർ ഹെറ്ററോഗമീറ്റിക്. മെയിൽസ് പ്രൊഡ്യൂസ് ഓൺലി വൺ ടൈപ്പ് ഓഫ് സ്പേംസ് വിത്ത് Z chromosomes. ആൻഡ് ഫീമെയിൽസ് ആർ ഹെറ്ററോഗമീറ്റിക് ആൻഡ് ദേ പ്രൊഡ്യൂസ് ടു ടൈപ്സ് ഓഫ് എഗ്സ്. എഗ്ഗ് വിത്ത് Z chromosome ആൻഡ് എഗ്ഗ് വിത്ത് W chromosome. ഇനി എങ്ങനെയാണ് ഫ്യൂഷൻ നടക്കുന്നതെന്ന് നോക്കാം. Z sperm fuses with Z egg. Z sperm Z എഗ്ഗും കൂടെ ഫ്യൂസ് ചെയ്യുന്നു. എന്താ കിട്ടുക? ZZ. അപ്പോൾ ZZ ആണെങ്കിൽ അത് ആരായിരിക്കും? മെയിലായിരിക്കും. ഇനി Z sperm fuses with W egg. അവിടെ എന്താ കിട്ടുക? ZW. ZW ആരാണ്? ഫീമെയിൽ. അപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ പഠിച്ചതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഹിയർ മെയിൽസ് ആർ ഹോമോഗാമീറ്റിക് ആൻഡ് ഫീമെയിൽസ് ആർ ഹെറ്ററോഗാമീറ്റിക്. മെയിൽസ് പ്രൊഡ്യൂസ് ഓൺലി വൺ ടൈപ്പ് ഓഫ് സ്പേം, ദാറ്റ് ഈസ് സ്പേം വിത്ത് Z chromosomes. ആൻഡ് ഫീമെയിൽസ് പ്രൊഡ്യൂസ് ടു ടൈപ്സ് ഓഫ് എഗ്, ദാറ്റ് ഈസ് egg with Z chromosome and egg with W chromosome. ZZ egg produce ZZ male and ZW combines to form ZW female. This type of sex determination is mainly seen in birds. Here females are heterogametic. They produce two types of eggs, one with the X chromosome and the other with the W chromosome.
Males are homogametic and produce sperms with only Z chromosomes. Fusion of Z sperm with Z egg produce ZZ males, and the fusion of Z sperm with W egg produces a ZW female. Thus in birds, the egg is responsible for the sex of the chicks. For human beings, നേരെ തിരിച്ചാണ്. Males are responsible for the sex of the child. Birds, females are responsible for the sex of the chick. അടുത്ത് നമുക്ക് സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ഹണി ബി ഡിസ്കസ് ചെയ്യാം. ഹണി ബിയിലെ സെക്സ് ഡിറ്റർമിനേഷൻ അല്പം പെക്കൂലിയാരിറ്റി ഉള്ള ഒരു സെക്സ് ഡിറ്റർമിനേഷനാണ് ഹണി ബീസിലുള്ളത്. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഹാപ്ലോ ഡിപ്ലോയിഡ് സെക്സ് ഡിറ്റർമിനേഷൻ എന്നാണ് വിളിക്കുക. ഹാപ്ലോ ഡിപ്ലോയിഡ് സെക്സ് ഡിറ്റർമിനേഷൻ. ഇപ്പോൾ ഹാപ്ലോയിഡ് എന്നുള്ള വാക്കും ഡിപ്ലോയിഡ് എന്നുള്ള വാക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ക്രോമസോംസിൻ്റെ എണ്ണത്തെ സൂചിപ്പിക്കുന്നതാണത്. ഹാപ്ലോ ഡിപ്ലോയിഡ് സെക്സ് ഡിറ്റർമിനേഷനാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഹണി ബീസിനെ സംബന്ധിച്ച് 3 ടൈപ്പ് ആൾക്കാരുണ്ട്. അതിൽ ക്യൂൻ ബീസും വർക്കർ ബീസും, ഈ 2 ബീസും ഫീമെയിൽസാണ്. ഡ്രോൺ ബീസ് ആണെങ്കിൽ മെയിലാണ്. ഇപ്പോൾ ഫീമെയിൽസ് 2 ടൈപ്പുണ്ട്. ക്യൂൻ ആയിട്ടുള്ള ഹണി ബീയും വർക്കറായിട്ടുള്ള ഹണി ബീയും ഫീമെയിലാണ്. എന്നാൽ ഡ്രോൺ ആയിട്ടുള്ള ഹണി ബി മെയിലാണ്. ഇപ്പോൾ ഫീമെയിൽസ് പ്രൊഡ്യൂസ് എഗ്സ്, ഫീമെയിൽസ് എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ ഫീമെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എഗ്ഗ് മെയിൽസിൻ്റെ സ്പേമുമായിട്ട് ഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ, അതായത് എഗ്ഗ് ഫെർട്ടിലൈസ് ചെയ്യപ്പെടുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഫെർട്ടിലൈസ് ചെയ്യപ്പെടുകയില്ല എങ്കിലും ഫെർട്ടിലൈസ്ഡ് എഗ്ഗാണോ അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗാണോ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മെയിലും ഫീമെയിലും ഉണ്ടാകുന്നത്. ഫീമെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എഗ്ഗ് ഫെർട്ടിലൈസ് ചെയ്യുകയോ ചെയ്യപ്പെടാതിരിക്കുകയോ ചെയ്യാം. ഫെർട്ടിലൈസ് ചെയ്തില്ലെങ്കിലും അത് ഡെവലപ്പ് ചെയ്യും. ഫെർട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ ഫെർട്ടിലൈസ്ഡ് എഗ്ഗ് ക്യൂനായിട്ട് മാറാം, അല്ലെങ്കിൽ വർക്കറായിട്ട് മാറാം. എന്നാൽ ഫെർട്ടിലൈസ് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ ആ എഗ്ഗ് ഡെവലപ്പ് ഇൻ ടു മെയിൽസ്. അപ്പോൾ എഗ്ഗ് ഫെർട്ടിലൈസ് ചെയ്യാതെ ഒരു ഇൻഡിവിജ്വലായിട്ട് മാറുന്നുവെങ്കിൽ അത്തരം ഡെവലപ്മെൻറ്റൽ പ്രോസസ്സിനൊരു പേര് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്താണ് ആ പേര്? പാർത്തനോജെനിസിസ്. ഡെവലപ്മെൻറ്റ് ഓഫ് ഓർഗാനിസംസ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ എഗ്ഗിൽ നിന്നും ഡയറക്റ്റായിട്ട് ഇൻഡിവിജ്വൽ ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പാർത്തനോജെനിസിസ്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും 3 ടൈപ്പ് ആൾക്കാർ ഹണി ബീസിലുണ്ട്. ക്യൂനുണ്ട്, വർക്കറുണ്ട്, ഡ്രോണുണ്ട്. അതിൽ ക്യൂനും വർക്കറും ഫീമെയിൽസാണ്, ഡ്രോൺ മെയിൽസാണ്. അപ്പോൾ ഈ വർക്കർ ബീസും ക്യൂൻ ബീസും ഡെവലപ്പ് ചെയ്യുന്നത് ഫെർട്ടിലൈസ്ഡ് എഗ്ഗിൽ നിന്നാണ്. ഇപ്പോൾ ഫീമെയിൽസായ ക്യൂനും വർക്കറും എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യും. ആ എഗ്ഗ് ഫെർട്ടിലൈസ് ചെയ്യപ്പെടുകയാണെങ്കിൽ അത് വീണ്ടും ഫീമെയിൽസായിട്ട് മാറും. എന്നാൽ ആ എഗ്ഗ് ഫെർട്ടിലൈസ് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്തിട്ട് മെയിൽസ് ഉണ്ടാകും. അപ്പോൾ ഇത് ഫെർട്ടിലൈസ് ചെയ്യപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവിടെ ഹണി ബീയിലെ സെക്സ് ഡിറ്റർമിനേഷൻ നടക്കുന്നത്. An offspring formed from the union of a sperm and an egg, that is fertilized egg, develops as a female bee, that is queen or worker. An unfertilized egg develops as a male by means of പാർത്തനോജെനിസിസ്. പ്രോസസ്സിൻ്റെ പേര് നേരത്തെ പറഞ്ഞു. ഹണി ബീസിൻ്റെ സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം എന്താണെന്നുള്ള പേര് മനസ്സിലാക്കി. ഹാപ്ലോ ഡിപ്ലോയിഡ് സെക്സ് ഡിറ്റർമിനേഷൻ. അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. ഇപ്പോൾ ഫീമെയിൽസ് ഡിപ്ലോയിഡാണ്. 32 ക്രോമസോംസ് ഉണ്ട്. ഫീമെയിൽസിൽ നിന്നും
മിയോസിസ് വഴി ഗമീറ്റ്സ് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഗമീറ്റ്സിൻ്റെ ക്രോമസോം നമ്പർ പകുതിയാകും, 16 ക്രോമസോം വീതമാകും ഗമീറ്റ്സിൽ ഉണ്ടാവുക. മെയിൽസ് ഹാപ്ലോയിഡ് ആണ്. മെയിൽസിൽ 16 ക്രോമസോംസേ ഉള്ളൂ. ഇവിടെ ഗമീറ്റ് ഉണ്ടാകുന്നത് മിയോസിസ് വഴിയല്ല, മൈറ്റോസിസ് വഴിയാണ് ഗമീറ്റ്സ് ഉണ്ടാകുന്നത്. അത് ഇവിടെ ഒരു വ്യത്യാസമാണ്. സാധാരണ റീപ്രൊഡക്റ്റീവ് സെൽസിൽ അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ടിഷ്യൂസിൽ നടക്കുന്ന സെൽ ഡിവിഷൻ എന്ന് പറയുന്നത് മിയോസിസ് ആണ്. എന്നാൽ ഹണി ബീസിൽ മെയിൽസിൽ റീപ്രൊഡക്റ്റീവ് സെൽസിൽ സ്പേം സെൽസ് ഉണ്ടാകുന്നത് മൈറ്റോസിസ് വഴിയാണ് സ്പേം സെൽസ് ഉണ്ടാകുന്നത്. ഇനി എങ്ങനെ ഫ്യൂഷൻ നടക്കുന്നു എന്ന് നോക്കാം. ഫീമെയിൽ ഗമീറ്റ് 16 ക്രോമസോമുള്ള ഫീമെയിൽ എഗ്ഗ് 16 ക്രോമസോമുള്ള മെയിലിൻ്റെ എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു. ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. 32 ക്രോമസോമുള്ള ഫെർട്ടിലൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഫീമെയിൽ ഉണ്ടാകുന്നു. ഫീമെയിൽസിൻ്റെ ക്രോമസോം നമ്പർ ഡിപ്ലോയിഡ് ആണ്. 32 ക്രോമസോംസ് ഉണ്ടാകും. എന്നാൽ അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗ്, ഫെർട്ടിലൈസ് ചെയ്യാത്ത എഗ്ഗ് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു? ഇറ്റ് ഡെവലപ്സ് ഇൻ ടു മെയിൽസ്. അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗ് ഡെവലപ്സ് ഇൻ ടു മെയിൽസ്. ആ പ്രോസസ്സിനെയാണ് നമ്മൾ മറ്റൊരു പേരിൽ വിളിച്ചത്, ദാറ്റ് ഈസ് പാർത്തനോജെനിസിസ്. അപ്പം അതാണ് ഹാപ്ലോയിഡ് ഡിപ്ലോയിഡ് സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫീമെയിൽസ് ഡിപ്ലോയിഡ് ആണ്, 32 ക്രോമസോംസ് ഉണ്ടാകും. മെയിൽസ് ഹാപ്ലോയിഡ് ആണ്, 16 ക്രോമസോംസേ ഉണ്ടാവുകയുള്ളൂ. ഫെർട്ടിലൈസ് ചെയ്ത എഗ്ഗ് ഫീമെയിലായിട്ട് മാറും, അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗ് മെയിൽസായിട്ട് മാറും. ഈ ഡയഗ്രാം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. പാരൻസ് ഫീമെയിൽ, 32 ക്രോമസോംസ്, മിയോസിസ് നടക്കുന്നു, ഫീമെയിൽ ഗമീറ്റ്സ് ഉണ്ടാകുന്നു, എക്സ് ഉണ്ടാകുന്നു, 16 ക്രോമസോംസ് ഉള്ള എഗ്ഗുകൾ ഉണ്ടാകുന്നു. അതിൽ ഫെർട്ടിലൈസ് ചെയ്യപ്പെടുന്ന എഗ്ഗാണെങ്കിൽ ഫീമെയിലായിട്ട് മാറും, അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗാണെങ്കിൽ അത് മെയിലായിട്ട് മാറും. ഇനി മെയിൽസ് 16 ക്രോമസോംസ് ആണ്. മെയിൽസിൽ നടക്കുന്ന സെൽ ഡിവിഷൻ മൈറ്റോസിസ് ആണ്. മൈറ്റോസിസിൻ്റെ ഫലമായിട്ട് 16 ക്രോമസോമുള്ള മെയിൽ ഗമീറ്റ്സ് ഉണ്ടാകും. അത് ഫെർട്ടിലൈസേഷന് വിധേയമാവുകയാണെങ്കിൽ അത് ഫീമെയിൽ 32 ക്രോമസോംസ് ഉള്ള ഫീമെയിലായിട്ട് മാറും. ഒന്നുകൂടെ നോക്കാം. ഇൻ ഹണി ബി മെയിൽസ് ഹാവ് ഹാഫ് ദ നമ്പർ ഓഫ് ക്രോമസോംസ് ദാൻ ദാറ്റ് ഓഫ് ഫീമെയിൽസ്. The females are diploid having 32 chromosomes and males are haploid having 16 chromosomes. This is called as haplodiploid sex determination system and has special characteristic features such as the male produces sperms by mitosis. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു റിലേഷൻ ഒന്ന് നോക്കാം. മെയിൽസ് 16 ക്രോമസോംസ് മൈറ്റോസിസ് നടന്ന് 16 ക്രോമസോംസ് ഉള്ള ഗമീറ്റ്സ് ഉണ്ടാകുന്നു. അത് ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് ഫീമെയിൽ ഉണ്ടാകുന്നു, 32 ക്രോമസോംസ്. അത് മിയോസിസ് നടന്നിട്ട് വീണ്ടും ഫീമെയിൽ ഗമീറ്റ്സ് ഉണ്ടാകുന്നു. അതിൽ അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗ് മെയിലായിട്ട് മാറുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദിസ് മെയിൽ ആൻഡ് ദിസ് മെയിൽ നോക്കാം. ഈ മെയിലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫീമെയിൽ എന്ന് പറയുന്നത് ഡോട്ടറാണ്. ഈ ഫീമെയിലിനെ സംബന്ധിച്ചിടത്തോളം ഈ മെയിൽ എന്ന് പറയുന്നത് സണ്ണാണ്. എന്നാൽ ഈ മെയിലിന് ഫാദർ ഉണ്ടോ? ഇവിടെ ഫാദർ ഇല്ല, മദറുണ്ട്. എന്നാൽ ഈ മെയിലിനെ സംബന്ധിച്ചിടത്തോളം ഈ മെയിൽ എന്ത് റിലേഷനിൽ വരും? ഗ്രാൻഡ് ഫാദറാണ്. അതുപോലെ ഈ മെയിലിനെ സംബന്ധിച്ചിടത്തോളം ഈ മെയിൽ ഏത് റിലേഷനിൽ വരും? ഗ്രാൻഡ് സൺ ആണ്. അപ്പം അതായത് males do not have father and thus cannot have sons. മെയിലിനെ സംബന്ധിച്ചിടത്തോളം ഫാദർ ഇല്ല, മദറുണ്ട്. മെയിലിനെ സംബന്ധിച്ച് മദറുണ്ട്, ഫാദർ ഇല്ല. ആൻഡ് ദസ് കനോട്ട് ഹാവ് സൺസ്, അതുകൊണ്ട് മെയിലിന് സണ്ണില്ല. ബട്ട് ഹാവ് ഗ്രാൻഡ് ഫാദർ ആൻഡ് ക്യാൻ ഹാവ് ഗ്രാൻഡ് സൺ. ഗ്രാൻഡ് ഫാദറും ഉണ്ട്, ഗ്രാൻഡ് സണ്ണും ഉണ്ട്. അപ്പോൾ ഇതാണ് ഫീമെയിൽ സെക്സ് ഡിറ്റർമിനേഷന് നമ്മൾ റിലേഷനിൽ പറയുന്ന രസകരമായ വസ്തുത. ഹണി ബീസിൻ്റെ സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇവിടെ സമാപിക്കുന്നു.
തുടർന്നുള്ള വീഡിയോ നിങ്ങൾ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.